തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തിൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 3-ാമത് വാക്യം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായിത്തീരുന്നതും എന്ത്? ഭക്തനായ ഇയ്യോബിനോട് സംസാരിക്കുന്ന ബിൽദാദിന്റെ വാക്കുകൾ കേട്ടിട്ട് വളരെ കൃത്യമായ തലത്തിലുള്ള മറുപടികൾ ഇയ്യോബ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബിൽദാദ് ചോദിക്കുകയാണ്, ഞങ്ങൾ ബുദ്ധിഹീനരാണ്, ഞങ്ങൾ മൃഗങ്ങളാണെന്നാണോ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങ് ഞങ്ങളോട് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകളോട് സംസാരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ നാം ഭൂമിയിൽ നോക്കിയാൽ മൃഗപ്രായരായ ആളുകളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 92-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല എന്നുള്ള വാക്കുകളാണ്. എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നു വ്യക്തതയില്ലാതെ പ്രവർത്തിക്കുന്നതായ അനവധി ആളുകളെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിപ്രായപ്പെടുന്ന കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവികളുമൊക്കെ യഥാർത്ഥമായി മനസ്സ് മരവിച്ചു പോയ, മനുഷ്യത്വം നഷ്ടപ്പെട്ട മൃഗതുല്യരായ മനുഷ്യരുടെ പ്രവൃത്തികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതും സഹമനുഷ്യരെ കഴുത്തറുത്തു കൊല്ലുന്നതും തുടങ്ങി എത്രയെത്ര വാർത്തകൾ ഓരോ ദിവസങ്ങളും കേൾക്കുന്ന ഒരു രാജ്യത്താണ്, ഒരു സംസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം, എന്ന് ചിന്തിക്കണം. ഈ വാക്യത്തിലും ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്ത തലത്തിൽ മനുഷ്യൻ വികൃതരായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ വാക്കുകളും ചിന്തകളുമാണ്. ദൈവത്തിൻ്റെ മനുഷ്യരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യത്വം മരവിച്ചു പോയ മനുഷ്യരാകുക, മൃഗതുല്യരായ മനുഷ്യരായിത്തീരുക എന്നതല്ല. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാനും സഹോദരവർഗത്തോട്, വംശത്തോട് സ്നേഹത്തോടും ആദരവോടും ഇടപഴകി ജീവിക്കുവാനും നാം സജ്ജരായിത്തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മൃഗീയരായിത്തീരുകയോ മറ്റുള്ളവരെ മൃഗങ്ങളായി എണ്ണുകയോ ചെയ്യുന്നവരായിട്ടല്ല, യഥാർത്ഥ മനുഷ്യരായി ജീവിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഇന്നത്തെ ലോകത്ത് ആളുകൾ
മനുഷ്യത്വം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പ്രവർത്തിച്ചു മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.